എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പറഞ്ഞത് എൻ്റെ മെൽബിൻ കൊച്ചിൻ തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത്, ഒരു മിനിറ്റ്. ഞാൻ എത്തി ചേച്ചി. ചോദിച്ചു. സോറി, എനിക്ക് ഇങ്ങോട്ടുള്ള വഴി തരായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പോടെ വന്നത്. അപ്പോൾ ആ പെണ്ണുമ്പോൾ ഇപ്പോൾ എന്തോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫോൺ കൊണ്ടൊന്നും ഉപകാരമല്ല. ഇപ്പോൾ നമുക്ക് ഒന്നും വഴിതെറ്റിപ്പോലെ എവിടെ വേണമെങ്കിലും എത്താം. ശരിക്കും നമ്മുടെ നിത്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫോൺ. നമുക്കിപ്പോൾ ഫോണില്ലാത്തതായിട്ട് ആരുമില്ല. നമുക്ക് എവിടെ പോകാറിങ്ങിയാലും നമ്മൾ എന്ത് മറന്നാലും ഫോൺ എടുക്കാൻ മറക്കൂല. ഇപ്പോൾ എല്ലാവർക്കും ഫോണാണ്. പക്ഷേ ഈ ഫോൺ വഴി ചില ബന്ധങ്ങളൊക്കെ നമ്മൾ അകന്ന്. പണ്ട് എൻ്റെ വീട്ടിൽ ടെലഫോൺ ഉണ്ടായപ്പോൾ ബന്ധുക്കളുടെ ആരെങ്കിലും ഫോൺ വന്നാൽ ഫോൺ ചെയ്യാൻ ഇടിയായിരിക്കും. ഞാൻ സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ ബന്ധുക്കളുടെ ഫോൺ വന്നാൽ ഫോണിൻ്റെ തെറിയാൻ നീ സംസാരിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ അപ്പരോട് നമ്മളോട് അവസാനം അതുകൊണ്ട് ചെവിയാക്കാത്ത അമ്മൂടെ കൊണ്ട് കൊടുക്കും. അമ്മൂമ്മ അത് വെച്ച് വെക്കുന്നത് നമ്മൾ നോക്കും. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഫോൺ കോൾ ചെയ്യാനേക്കാളും പോലും മറ്റു ചില വിനോദങ്ങൾക്കാണ് താല്പര്യം. ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ. പക്ഷേ ഈ കോളിങ് ഇപ്പോഴും ഫോണിൻ്റെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീമുണ്ട്. ഒന്നീ കാമുകന്മാർ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ടീംസ്. ചില വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ കാണാം ഈ ചേച്ചി ഫോൺ വെച്ചിട്ട് ചെറുപ്പക്കാർ ഇറങ്ങുന്നത്. തൊട്ടടുത്ത് കടയിൽ പോയി വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ നടക്കാൻ മടിയുള്ളവനായിരിക്കും 10-15 കിലോമീറ്റർ അതിന് മുകളിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടേക്ക് ഈ ഫോൺ കോളിന് ചില സമയത്ത് കാലം കഴിയുന്നതും വ്യത്യാസം വരും. ഉദാഹരണമായിട്ട് എൻ്റെ സുഹൃത്തുണ്ട് മനോജ്. ഇവൻ കല്യാണത്തിന് മുമ്പ്, അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണവന്, എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവൻ്റെ പെണ്ണിൻ്റെ കോൾ വന്നുള്ള അവസ്ഥ ആദ്യം എങ്ങനെയാണ് അവനെ അറ്റൻഡ് ചെയ്യുന്നത്? പറഞ്ഞോളൂ. ഇവിടെ എന്ത് തിരക്കില്ല, എത്രയും സംസാരിച്ചിട്ട് കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചോ? നീ സംസാരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂറത്തേക്ക് നോക്കണ്ട, ചിലപ്പോൾ ഊണ് കഴിക്കാനും മറന്നു പോകും. പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് ഈ പെണ്ണിൻ്റെ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യണത് എങ്ങനെ? പിശാചി പണിക്കില്ല. എന്താടി എനിക്ക് എന്നോട് ഫോൺ ജോലി ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ശല്യപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് തിരക്കൾ വിടാം. ആ ഭക്ഷണം ഞാൻ കഴിച്ചോളാം, നീ എനിക്ക് മാറ്റി തരണ്ട, ഞാൻ കഴിച്ചോളാം കേട്ടാ. എന്ത് മഷാലൊക്കെ സ്വിച്ച് ഓഫ് ഇടുക, അല്ലെങ്കിൽ നീ വിളിക്കും. ഞാൻ ചോദിച്ചാൽ മനോജ് എന്താടാ നീ വൈഫിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒന്നും പറയണ്ട, ആകെ തൊല്ലാണ്. നീ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയ പെൺകുട്ടിയല്ലേ, എന്നിട്ട് നീ ഇപ്പോൾ ശല്യം വന്നോണ്ടങ്ങനെ. അപ്പോൾ അവൻ പറഞ്ഞു, എടാ അവളുടെ അടക്കോതുക്കുള്ള പെൺകുട്ടിയാണെന്ന് ചോദിച്ചിട്ട് അവളെ കെട്ടിയത്. ഞാൻ ഇപ്പോൾ അടക്കോതുക്കില്ലേ? അടക്കോതുക്കുണ്ട്, പക്ഷെ അടക്കോതുക്കും മാത്രമല്ല, അടങ്ങി ഒതുങ്ങി ചീടുമ്പി വെറുതെ ഇരിപ്പാണ്. ഒരു പണി എടുക്കും. എൻ്റെ അമ്മ തന്നെയല്ല പണി എടുക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും 2-3 ഫോൺ നമ്പർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അനിയന് 2 സിം ഉണ്ട്. അപ്പോൾ അനിയൻ 1, അനിയൻ 2. പക്ഷെ പണി കിട്ടിയത് എൻ്റെ അച്ഛൻ 2 സിം എടുത്തപ്പോഴാണ്. എങ്ങനെയായിരുന്നു ഞാൻ അച്ഛൻ 2 ആൾക്കാണ്ട് തെറ്റിരിക്കൂല. ഇതുപോലെ ഫോൺ വെച്ച് തട്ടിപ്പുറത്ത് വേറെ സുഹൃത്തുണ്ട് നമ്മളെ. അവൻ്റെ പേര് റോയ് 100. ഇവനെ പേരൊക്കെ അത് വണ്ടിയുടെ മോഡലാന്ന് തോന്നുമെങ്കിലും അവനെ റോയ് 100 എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആരൊക്കെ ഉണ്ടായാലും ഒരു 100 പറ്റിച്ചെടുക്കും. അപ്പോൾ ഇവൻ പറ്റിക്കുന്ന രീതി എന്ന് വെച്ചാൽ അവന് ടൂള് മൊബൈലാണ് അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ എനിക്ക് പണ്ട് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാൻ ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നെ. അപ്പോൾ ഇവൻ വരുന്നത് എപ്പോഴും ഫോണിൽ ചെവിട്ട് വെച്ചിട്ട് ഇവൻ വരുള്ളൂ. അതോ മെൽബിൻ്റെ കടറൂമിൽ നിന്ന് ഇപ്പം തന്നെ കേൾക്കാം. 100 നോട്ടെടുത്ത് എടാ 100 നോട്ടുണ്ട്. എനിക്കറിയാം ഇപ്പം എടുത്ത് 100 നോട്ടെടുക്ക്. അപ്പോൾ 100 നോട്ട് എടുത്ത് ഓക്കെ റെഡിയാണ്. പറഞ്ഞൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 100 ദിവസം കഴിഞ്ഞാൽ എന്നെ കാണൂല. അതെ മേശറിന് ഇതുപോലെ അതിന് പറ്റിച്ചിട്ടുണ്ടാ ചേട്ടാ? എന്നെ ഒരുത്തൻ നല്ല കോമഡികൾ പറയുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കോട്ടിട്ട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഇനിയും രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ഈ റോയ് എന്നെ പറ്റിച്ചു പോയി. പിന്നെ കുറച്ച് വീണ്ടും അവൻ എൻ്റെ കടയിലേക്ക് വന്നെ. അപ്പോൾ ഇവൻ ഞാൻ ദൂരം തന്നെ കണ്ട്. ഞാനപ്പോൾ ഈ പ്രാവശ്യം സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ അവൻ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്. ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഓർമ്മയുണ്ടമ്മേ ഇന്ന് ഏപ്രിൽ 24 ഇന്ന് ആർക്കും 10 പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കൊടുത്താൽ ദോഷമാണ്. അവിടെ ആർക്കും കൊടുക്കൂലമ്മ. ഏതെന്ന് വെച്ചാൽ 10 പൈസ കൊടുക്കൂലമ്മ, ഉറപ്പാണ്. അപ്പോൾ റോയ് എന്താ റോയ് അങ്ങനെ പോയി. പക്ഷെ അവൻ അപ്പോഴും വിട്ടുന്നിട്ടാ. അവൻ്റെ അടുത്തിറക്കി. അപ്പോൾ അവൻ ഞാൻ കടലില്ലാ സമയത്ത് വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ ഞാൻ സഹായത്തിന് എടുക്കുന്ന ഒരു ബംഗാളി പയ്യന്. പക്ഷെ അവൻ ബംഗാളി ആളുകളെ കാണാൻ തനി മലയാളി നിൽക്കാൻ. പക്ഷേ മലയാളിയാൻ എനിക്ക് തനി ബംഗാളി നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ റോയ് ഞാൻ എല്ലാ സമയത്ത് കടയിലേക്ക് വന്നെ. അപ്പോൾ നമ്മുടെ ഈ ബംഗാളി പയ്യൻ, അപ്പോൾ അവൻ്റെ മനസ്സിലായി അവൻ മലയാളിയാന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ ഇവൻ കറക്റ്റായിട്ട് പഴയ അടറക്കണേ. ഈ പയ്യൻ്റെ അടുത്തേക്ക് ഇവൻ ഫോൺ ചെയ്യുന്നത് തന്നെ. മെൽബിടോ ഞാൻ കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ പയ്യനുണ്ട്. എത്ര മേടിക്കുന്നുണ്ട്? 500. മേടിച്ചേക്കാം. 500 അല്ലേ? വാങ്ങിച്ചേക്കാം. ഒരാൾ വിളിക്കുന്നു 500. ഇതേ സംസാരിക്കും. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് വേറെ ആരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഇവൻ ഈ ബംഗാളിലേക്ക് ഫോൺ കൊടുത്ത് ബംഗാളി ആ ഫോണും ചെവിട്ടി വെച്ചിട്ട് കടയുടെ പുറകെ കൂടെ ഒറ്റ വട്ടം നേരെ ബംഗാളിലോട്ടാണ് പോയത്. 500 രൂപയ്ക്ക് വേണ്ടി 50,000 രൂപയുടെ ഫോൺ അവൻ കൊണ്ട് കളഞ്ഞു.